മിഡിൽ ഈസ്റ്റിന്റെ വാനം വീണ്ടും കറുത്തിരുണ്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അധിനിവേശ ശക്തിയെന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയുടെ മുഖത്ത് നോക്കി അവരുടെ ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും മുന്നിൽ തല കുനിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഇറാൻ ഇതാ രംഗത്ത് വന്നിരിക്കുന്നു. അമേരിക്കയ്ക്ക് ഇറാന്റെ തുറന്ന വെല്ലുവിളി. ഹോർമുസ് കടലിടുക്കിൽ യുദ്ധസൂചനകൾ തെളിയുമ്പോൾ ലോകം വീണ്ടും കടുത്ത ഭീതിയിലും ആശങ്കയിലും തന്നെയാണ് കഴിയുന്നത്. വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസിലിരുന്ന് സമാധാനത്തിന്റെ കരാറുകൾ ഏകപക്ഷീയമായി എഴുതാനും ലോകത്തിന്റെ ഏതു കോണിലും തങ്ങളുടെ ഇഷ്ടാനുസരിച്ച് സൈനിക അധിനിവേശം നടത്താനും ശീലിച്ച അമേരിക്കൻ ഭരണകൂടത്തിന് കനത്തൊരു തിരിച്ചടിയാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാബാദി നടത്തിയ പ്രസ്താവനകൾ മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഒരു വലിയ യുദ്ധമുനമ്പിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. ഒമാന്റെ മധ്യസ്ഥതയിൽ നയതന്ത്ര തലത്തിൽ ചില പരോക്ഷ ചർച്ചകൾ ഘട്ടം ഘട്ടമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന പ്രചാരണങ്ങൾ ആഗോളതലത്തിൽ സജീവമായിരുന്നു. എന്നാൽ ഈ അഭ്യൂഹങ്ങളുടെ എല്ലാം മുനയൊടിച്ചുകൊണ്ട് അമേരിക്കയുമായി നേരിട്ടുള്ള യാതൊരു ചർച്ചയ്ക്കോ അതുപോലെ ധാരണയ്ക്കോ ഇപ്പോൾ അല്പം പോലും സാധ്യതയില്ല എന്ന് കാസിം ഗരീബാബാദി തുറന്നടിച്ചു. സംഘർഷങ്ങൾ എപ്പോൾ തുടങ്ങണം, ചർച്ചകൾ എപ്പോൾ നടത്തണമെന്ന് തീരുമാനിക്കുന്നത് അമേരിക്കയുടെ മാത്രം കുത്തകയല്ല എന്ന് ഇറാൻ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിടുവായത്തങ്ങൾക്കുള്ള കൃത്യമായ മറുപടി കൂടിയായിരുന്നു ഇറാന്റെ ഈ വാക്കുകൾ. ഇറാൻ അപേക്ഷിച്ച് യാചിച്ചതുകൊണ്ടാണ് തങ്ങൾ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചത് എന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ഈ പച്ചക്കള്ളത്തെ സർവ്വദേശീയ തലത്തിൽ തന്നെ തച്ചുടയ്ക്കാൻ ഇറാനെ കൊണ്ട് സാധിച്ചു. യഥാർത്ഥത്തിൽ സംഘർഷം ഒഴിവാക്കാനും യുദ്ധത്തിൽ നിന്ന് പിന്മാറാനും കേണപേക്ഷിച്ചുകൊണ്ട് ഇറാനിലേക്ക് സന്ദേശങ്ങൾ അയച്ചത് അമേരിക്ക തന്നെ ആയിരുന്നുവെന്ന് ഇറാൻ പരസ്യമായിട്ട് തന്നെ വെളിപ്പെടുത്തി. അമേരിക്ക ഇറാനെ വല്ലാതെ ഭയപ്പെട്ടു എന്നതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത്? തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ആക്രമിക്കുകയും പിന്നീട് തിരിച്ചടി പേടിച്ച് സമാധാന ദൂതന്മാരായി വരികയും ചെയ്യുന്ന അമേരിക്കൻ നാടകങ്ങൾക്ക് ഇനി വഴങ്ങില്ല എന്ന കർശന നിലപാടിൽ തന്നെയാണ് ഇറാൻ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ഒപ്പം ഈ വിഷയത്തിലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നമുക്ക് വാർത്തയിലേക്ക് വരാം. ലോകത്തിലെ ഏറ്റവും വലിയ അധിനിവേശ ശക്തി എന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു രാജ്യം തങ്ങളുടെ ഉറച്ച ശബ്ദത്തിൽ സംസാരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. മറ്റാരുമല്ല, പ്രകോപനങ്ങൾക്കും നിരന്തരമായ സാമ്പത്തിക ഉപരോധങ്ങൾക്കും മുന്നിൽ ഒരിക്കലും തലകുനിക്കാത്ത ഇറാൻ തന്നെയാണ് ആ മഹാരാജ്യം. അധിനിവേശത്തിന്റെ അഹങ്കാരവുമായി ലോകത്തിനു മേൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ മുഖത്ത് നോക്കി ഭയമില്ലാതെ മുന്നറിയിപ്പ് നൽകാൻ ഇന്ന് ഇറാൻ പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഈ പോരാട്ടം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ അതൃപ്തി മാത്രമല്ല, സ്വന്തം മണ്ണിലേക്കും പരമാധികാരത്തിലേക്കും കൈകടത്താൻ വരുന്ന ഏത് വൻ ശക്തിയെയും തകർത്തെറിയുമെന്ന ഇറാനിയൻ ജനതയുടെ വീര്യത്തിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ വഷളാകുന്ന തരത്തിലുള്ള വളരെ ശക്തവും നിർണായകവുമായ നിലപാടുകളാണ് ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാബാദി കഴിഞ്ഞ ദിവസം പരസ്യപ്പെടുത്തിയത്. വൻ ശക്തിയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്കയുടെ അനാവശ്യ നിബന്ധനകൾക്കോ ഭീഷണികൾക്കോ വഴങ്ങാൻ ഇറാൻ ഒട്ടും തയ്യാറല്ലെന്ന് അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ വെളിപ്പെടുത്തി കഴിഞ്ഞു. വാഷിംഗ്ടണിൽ ഇരുന്ന് സമാധാനത്തിന്റെ കരാറുകൾ ഏകപക്ഷീയമായി എഴുതാനും ലോകത്തിന്റെ ഏതു കോണിലും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈനിക അധിനിവേശം നടത്താനും ശീലിച്ച അമേരിക്കയ്ക്ക് കനത്തൊരു തിരിച്ചടി തന്നെയാണ് ഇറാന്റെ ഈ ധീരമായ പ്രതികരണം. എപ്പോൾ യുദ്ധം ചെയ്യണം, എപ്പോൾ ചർച്ച നടത്തണം എന്ന് തീരുമാനിക്കുന്നത് അമേരിക്കയുടെ മാത്രം കുത്തകയല്ല എന്ന വലിയ സത്യം ഇറാൻ അവരെ വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുന്നു. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ദശാബ്ദങ്ങളായി അമേരിക്ക കാണിക്കുന്ന സൈനിക ഗുണ്ടായുസത്തിന് ഇനി വലിയ ആയുസ് ഉണ്ടാകില്ല എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇറാനിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോക വ്യാപാരത്തിന്റെയും ആഗോള എണ്ണ വിതരണത്തിന്റെയും ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങളുടെ കൈകളിൽ ഭദ്രമാണെന്ന് ഇറാൻ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുകയാണ്. യൂറോപ്യൻ നാവികസേനകൾ ഉൾപ്പെടെയുള്ള ഏതൊരു വിദേശ സൈനിക ശക്തിയും ഹോർമുസിൽ നിയമവിരുദ്ധമായി ഇടപെടാൻ ശ്രമിച്ചാൽ അവരെ വെറുതെ വിടാൻ ഇറാൻ ഉദ്ദേശിക്കുന്നുമില്ല. മറിച്ച് തങ്ങൾക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമായി കണ്ട് അവയെ നിയമാനുസൃത സൈനിക ലക്ഷ്യങ്ങളാക്കി മാറ്റി തകർത്ത് കളയാൻ ഒട്ടും മടി കാണിക്കില്ല എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. പശ്ചിമേഷ്യൻ സമുദ്ര മേഖലയിൽ അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും കാണിക്കുന്ന കടന്നുകയറ്റങ്ങൾ ഇനി വെച്ച് പൊറുപ്പിക്കാനാവില്ല എന്ന ഇറാന്റെ തന്ത്രപ്രധാനമായ തീരുമാനം അമേരിക്കൻ പടക്കപ്പലുകളെയും നാവികസേനയെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ഒമാന്റെ മധ്യസ്ഥതയിൽ ചില പരോക്ഷ ചർച്ചകൾ നയതന്ത്ര തലത്തിൽ ഘട്ടം ഘട്ടമായി നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്.
എന്നാൽ അമേരിക്കയോട് നേരിട്ട് സംസാരിക്കാനോ അവർക്ക് മുന്നിൽ താണു വണങ്ങാനോ തങ്ങൾ ഒട്ടും ഉദ്ദേശിക്കില്ല എന്ന് ഇറാൻ തറപ്പിച്ചു പറഞ്ഞു. തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഉടൻ തന്നെ യുദ്ധഭീഷണി മുഴക്കുകയും പട്ടിണി കിടാൻ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്ന അമേരിക്കൻ തന്ത്രങ്ങൾ ഇനി ഇറാനോട് ചെലവാകില്ല. ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ സ്വന്തം സുരക്ഷയും ദേശീയ താല്പര്യങ്ങളും മുൻനിർത്തി മാത്രമേ തീരുമാനങ്ങൾ എടുക്കൂ എന്ന് ആഗോള സമൂഹത്തിന് മുന്നിൽ ഉറപ്പിച്ചു പറയാൻ ഇറാൻ കാണിച്ച ആർജവം പ്രശംസിക്കേണ്ടത് തന്നെയാണ്. അമേരിക്കൻ ഭരണാധികാരികളുടെ വിടുവായത്തങ്ങൾക്കുള്ള കൃത്യമായ മറുപടി കൂടിയായിരുന്നു കാസിം ഗരീം ബാബാദിയുടെ ഓരോ വാക്കുകളും. ഇറാൻ യാചിച്ചതുകൊണ്ടാണ് തങ്ങൾ ആക്രമണം താൽക്കാലികമായി നിർത്തിവെച്ചത് എന്നായിരുന്നു അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായ അവകാശവാദം. എന്നാൽ ഈ പച്ചക്കള്ളത്തെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ തച്ചുടയ്ക്കാൻ ഇറാന് സാധിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ സംഘർഷം വളരാതിരിക്കാനും യുദ്ധം ഒഴിവാക്കാനും കേണ അപേക്ഷിച്ചതുകൊണ്ട് ഇറാനിലേക്ക് രഹസ്യമായി സന്ദേശങ്ങൾ അയച്ചത് അമേരിക്ക തന്നെ ആയിരുന്നു എന്ന് ഇറാൻ ഇതാ പരസ്യമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു. തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ തോക്കെടുക്കുകയും പിന്നീട് തിരിച്ചടി പേടിച്ച് സമാധാന ദൂതന്മാരായി വരികയും ചെയ്യുന്ന അമേരിക്കൻ നാടകങ്ങൾക്ക് അതേ ഭാഷയിൽ മറുപടി നൽകാൻ ഇറാൻ ഇന്ന് ഒട്ടും മടി കാണിക്കുന്നില്ല. ഇറാന്റെ ധൈര്യമാണ് നമ്മൾ അവിടെ സമ്മതിക്കേണ്ടത്. ഇറാന് ഭയപ്പെടാൻ ഒന്നും ഇവിടെയില്ല. വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസിലിരിക്കുന്ന ഭരണാധികാരികൾ ഒന്ന് ഓർക്കുന്നത് വളരെ നന്നായിരിക്കും. അത്യാധുനിക ആയുധ ബലം കൊണ്ടും പ്രചരണങ്ങൾ കൊണ്ടും ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്താമെന്ന നിങ്ങളുടെ വ്യാമോഹം ഇറാനിൽ നടപ്പാകില്ല. ഡ്രോൺ സാങ്കേതിക വിദ്യയിലും മിസൈൽ കരുത്തിലും തങ്ങളുടെ സ്വന്തം പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം വികസിപ്പിച്ചെടുക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. ഏത് കഠിനമായ സാമ്പത്തിക ഉപരോധത്തെയും സ്വന്തം നിലനിൽപ്പ് കൊണ്ട് തന്നെ തരണം ചെയ്യാൻ ഇറാനിയൻ ജനത പഠിച്ചു കഴിഞ്ഞു. ബാഹ്യശക്തികളുടെ ഒരു ഭീഷണിക്കും തങ്ങളെ തളർത്താൻ കഴിയില്ല എന്ന് ഓരോ ദിവസവും ഇറാൻ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യുദ്ധം മനഃപൂർവ്വം വരുത്തിവെക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. സമാധാനമാണ് ഇറാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. എന്നാൽ തങ്ങളുടെ അതിർത്തികളെ തൊടാനോ ജനങ്ങളുടെ സമാധാനം തകർക്കാനോ വന്നാൽ അമേരിക്കയുടെ ഏതൊരു വൻ സൈനിക വ്യൂഹത്തെയും ചാരമാക്കാൻ ഇറാൻ മടി കാണിക്കില്ല എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്വതന്ത്രമായ നിലപാടുകളും അതിശക്തമായ പ്രതിരോധ തന്ത്രങ്ങളും കൊണ്ട് ഇറാൻ ഇനിയും സാമ്രാജ്യത്വ ശക്തികൾക്ക് വലിയൊരു വെല്ലുവിളിയായി നിലകൊള്ളുക തന്നെ ചെയ്യും. പേടിച്ചോടാൻ ഇറാൻ വിറയ്ക്കുന്ന ഒരു സാധാരണ രാജ്യമല്ലെന്നും ഇറാന്റെ മണ്ണിലേക്ക് കണ്ണുവെച്ചാൽ അനുഭവിക്കേണ്ടി വരുന്നത് സങ്കല്പിക്കാൻ കഴിയാത്ത വൻ ദുരന്തമായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്നും ഉയർന്നു കേൾക്കാൻ കഴിയുന്നത്. വർഷങ്ങളായി അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ഇറാനെ സാമ്പത്തികമായും അതുപോലെ നയതന്ത്രപരമായും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നത് നമുക്കറിയാവുന്ന വിഷയമാണ്. എന്നാൽ ഈ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ ഇറാൻ പഠിച്ചു. മിഡിൽ ഈസ്റ്റിലെ മറ്റ് പല രാജ്യങ്ങളെയും പോലെ പെട്ടെന്ന് കീഴടക്കാൻ കഴിയുന്ന ഒന്നല്ല ഇറാന്റെ സൈനിക പ്രതിരോധം. ഉപരോധങ്ങളുടെ കാലത്തും സ്വന്തമായി ഡ്രോണുകളും ഹൈപ്പർസോണിക് മിസൈലുകളും നിർമ്മിച്ചെടുക്കാൻ അവർക്ക് നിഷ്പ്രയാസം സാധിച്ചു. ഈ സാങ്കേതിക വിപ്ലവമാണ് ഇന്ന് അമേരിക്കയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഘടകം. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് പോലും ഭീഷണിയാകാൻ പോകുന്ന തരത്തിലാണ് ഇറാന്റെ സമുദ്ര പ്രതിരോധ നിര സജ്ജമായിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന ഇറാന്റെ ഒരൊറ്റ മുന്നറിയിപ്പ് മതി ആഗോള സാമ്പത്തിക രംഗത്തെ പിടിച്ചുകുലുക്കാൻ. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ശതമാനം കടന്നു പോകുന്ന ഈ കടലിടുക്കിൽ ഉപരോധം വന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ ഇന്ധനവില കുതിച്ചുയരും. അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ അത് ബാധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇതുകൊണ്ടാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയപ്പോൾ വാഷിംഗ്ടൺ ഞെട്ടിപ്പോയത്. കേവലം വാക്കുകൾ കൊണ്ടുള്ള ഭീഷണി അല്ലാതെ മറിച്ച് പ്രായോഗികമായി വരുത്താൻ കഴിയുന്ന സൈനിക ശക്തി ഇറാൻ ഉണ്ടെന്ന് അമേരിക്കയ്ക്ക് ഇന്ന് നന്നായിട്ട് അറിയാവുന്നതാണ്. ലോകത്ത് ശാന്തിയും സമാധാനവും പുലരണമെങ്കിൽ അധിനിവേശ തന്ത്രങ്ങൾ നിർത്തിവെക്കണം. മറ്റുള്ള രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കാൻ അമേരിക്ക പഠിക്കണം, തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഇറാന്റെ മണ്ണിൽ നിന്ന് ഉയരുന്ന പ്രതിരോധത്തിന്റെ തീപ്പൊരികൾ വൻ ശക്തികളുടെ അഹങ്കാരത്തെ കത്തിച്ചാമ്പലാക്കുക തന്നെ ചെയ്യും. ചരിത്രം സാക്ഷിയാണ്. സ്വന്തം മാതൃരാജ്യത്തിന് വേണ്ടി പോരാടുന്ന ജനതയെ തോൽപ്പിക്കാൻ ഒരു ആയുധത്തിനും സാധിച്ചിട്ടില്ല. ഇറാൻ ഉയർത്തുന്ന ഈ പ്രതിരോധ ശബ്ദം ആഗോളതലത്തിൽ സാമ്രാജ്യത്തിനെതിരെ പോരാടുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഒരു വലിയ പ്രചോദനം തന്നെയാണ്. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒന്നാണ് ഇറാന്റെ ഈ നയതന്ത്ര വിജയം. അമേരിക്ക എന്ന വൻ ശക്തിയോട് നേരിട്ട് എതിരിടാൻ മറ്റു പല രാജ്യങ്ങളും മടി കാണിക്കുമ്പോൾ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഇറാൻ കാണിക്കുന്ന ഈ ആർജവം നിസ്സാരമല്ല. ഏതൊരു ശക്തിക്കും മുന്നിൽ മുട്ടുമടക്കില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. പശ്ചിമേഷ്യൻ മേഖലയിലെ ഭാവി രാഷ്ട്രീയ സമവാക്യങ്ങളെ
പൂർണ്ണമായും തിരുത്തി കുറിച്ചുകൊണ്ട് ഇറാൻ മുന്നേറുമ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അമേരിക്കയ്ക്ക് തങ്ങളുടെ നയങ്ങൾ തിരുത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.